ഹായ് ഫ്രണ്ട്സ്, സില്ലു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. കുറേ പേർക്കൊക്കെ ആ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവും. കാരണം 10 ലാക്കോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അത്യാവശ്യം റീച്ച് ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ ഇപ്പോൾ അവരിടുന്ന ഒരു വീഡിയോക്ക് താഴെ കുറച്ച് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് എന്ന് വെച്ചാൽ അവരിടുന്ന ലഞ്ച് ബോക്സ്, അവരുടെ കുറച്ച് കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസാണ് അവരിടാറ്. ആദ്യം മുതലേ അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇട്ട് വന്നിരുന്നത്. അവരുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, കുട്ടികളുടെ ലഞ്ച് ബോക്സ്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇരുന്നിട്ട് ആദ്യം മുതലേ അവർ ഇട്ടുകൊണ്ട് വരുന്ന ഒരു ചാനലായിരുന്നു. അങ്ങനത്തെ ഒരു ചാനലായിരുന്നു. ഞാൻ ആദ്യം മുതലേ അവരുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മളത് കണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ലഞ്ച് ബോക്സിന് താഴെ വരുന്നതാണ് ഈ നെഗറ്റീവായിട്ടുള്ള കുറേ ബാഡ് കമൻസുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുന്നവർക്ക് കുറച്ച് ആഡംബരമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സാണ്, കുറച്ച് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള. പക്ഷെ അത് ആഡംബരം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമ്മളുടെ കണ്ണിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ മാത്രം തോന്നുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു ലെവല് സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നോ ആ രീതിയിലുള്ള ഒരു ലഞ്ച് ബോക്സാണ് അവർ പാക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ലഞ്ച് ബോക്സ് അവർ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കൊടുക്കുന്നത്. അതുപോലെ ഓരോരുത്തർ കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ഒരു രീതി അനുസരിച്ച് അവർ കൊടുക്കുന്നത് കുറച്ച് ഇതായിട്ടുള്ള ലെവലിലാണ്. അവർക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾ, കുറേ ആളുകൾ ഇതിനടിയിൽ വന്നിട്ട് മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഭയങ്കര ആർഭാടമായിട്ടുള്ള ലഞ്ച് ബോക്സാണ്, ഇതുപോലെ കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇത് കണ്ടാൽ വിഷമമാവില്ലേ, ഇങ്ങനത്തെ കിട്ടാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ സങ്കടമാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കമൻറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവരൊരു കാര്യം ചിന്തിക്കുന്നില്ല, നമ്മുടെ എല്ലാവരുടെയും ഒരേപോലത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയല്ല. അപ്പോൾ അവരുടേതനുസരിച്ച് അവരുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് അവരെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതവർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളാണ്. കുറേ കുട്ടികൾ പട്ടിണി കിടക്കുന്നതും കുറേ കുട്ടികൾ ഇങ്ങനെ തെരുവിൽ അലഞ്ഞ് നടക്കുന്നതൊക്കെ ആയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ കാണുന്ന ആളുകളാണ്. അത് കാണുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. മനുഷ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ ആരെങ്കിലും കഴിക്കാതെ കുടിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ എന്നൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ടാ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരുടെ കാര്യം വെച്ച് നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കാറുണ്ട്. അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. മറ്റൊരു കുട്ടികൾ വിശന്നിരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമോ, നമ്മുടെ കുട്ടികളെ നോക്കാതിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള കമൻസ്, ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് അവരുടെ വീഡിയോസിൽ കുറേ വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇവർ ചെയ്യുന്ന കുറച്ച് നല്ല പ്രവർത്തികളുണ്ട്. ഈ സില്ലു ടോക്സിലെ ആ കുട്ടികളുടെ ഉമ്മ അവർ ചെയ്യുന്ന കുറേ നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകൾ തന്നെ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇവർ ഇത്തരത്തിലുള്ള ഇനി ഒരു പക്ഷേ കാണുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അവരെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇങ്ങനെ തിരഞ്ഞ് കാണുന്ന ആളുകൾ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിയും കാണുന്നുണ്ടാവും. പക്ഷെ അതിനടിയിൽ വന്നിട്ട് അതൊരു നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടാനുള്ള ഒരു മനസ്സ് അവർക്കില്ല. മോശമായിട്ട് അതിനെ ചിത്രീകരിച്ചിട്ട് അവർ പോവുക. അവർ നല്ലത് കണ്ടാൽ അത് നല്ലതാണെന്ന് കൂടി നമ്മൾ പറയാൻ പഠിക്കണം അല്ലേ. ആ ഒരു ഷാലു ടോക്സിൽ ആ കുട്ടികളുടെ ഉമ്മ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ അവരുടെ ചാനലിൽ അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട്. അവർ ചാനലിൽ ഇടുന്നുണ്ട് ആ വീഡിയോ. കുറച്ച് വീഡിയോ ഒക്കെ ഞാനിവിടെ താഴെ കൊടുക്കട്ടെ. കുറച്ച് കുട്ടികൾക്ക് എന്താ പറയുക, അത്രയും മോശമായ രീതിയിൽ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് കാര്യങ്ങൾ, അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർ വിളിച്ച് പറയുന്ന ആളുകൾക്കൊക്കെ അവർ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുക എന്താണല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീട്ടിനടുത്ത് ഒരാൾ വിശന്നിരിക്കണ്ട എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നിട്ടാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ഒരു നേരത്തെ ആഹാരം അവർ മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷമം കേൾക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ടാണ് മറ്റുള്ളവരുടെ വന്നിൽ നമ്മൾ ഈ കമൻറ്റ് മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നത്. ഈ ഒരു ഇവരുണ്ടല്ലോ സില്ലി ടോക്സ്, ഇവരുടെ വീഡിയോ ഞാൻ കാണുന്ന ആളാണ്. ഇവരുടെ വീഡിയോസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ഒരു ലഞ്ച് ബോക്സ് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ ഇഷ്ടമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഒരുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ അത് എല്ലാ ദിവസവും ഒരു ആർഭാടായിട്ടുള്ള രീതിയിലല്ല കൊടുത്തയക്കുന്നുണ്ട്. അവർ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന മറ്റുള്ളവരുടെ കാണുന്ന കണ്ണിൽ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരെ മാത്രം കണ്ണിൻ്റെ എന്താ പറയുക, ആ ഒരു കണ്ണിൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവരുടെ ചാനലിനെ കുറിച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവർ അത് അവരുടെ കണ്ണിൻ്റെ ഒരു കുഴപ്പമാണല്ലേ. നമ്മുടെ കുട്ടികൾക്ക് എന്ത് കൊടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. നമ്മളെ ആസ്തിക്കനുസരിച്ച് നമ്മളത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പറയുന്നവർ അവരുടെ ചാനലിൽ അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.